ടോക്സ് ഓഫ് ടുഡേയിലേക്ക് സ്വാഗതം. സഹോദരങ്ങളെ, മനുഷ്യരിൽ ഏറ്റവും നികൃഷ്ടരായ ആളുകളുണ്ട്, ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളുണ്ട്. ഇതിന് വേദഗ്രന്ഥം പറയുന്ന സാങ്കേതിക പദം അഹ്സനി തഖ്വീം അസ്ഫല സാഫിലീൻ. ഈ അഹ്സനി തഖ്വീം എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായ ദൈവം അംഗീകരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥ. ഇതിനു വേണ്ടിയിട്ടാണ് ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കാൻ അതിൻ്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് വേദഗ്രന്ഥങ്ങളെല്ലാം. അതിനൂതന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ അവസ്ഥയിലുള്ള മനുഷ്യരെ ഉദാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം സത്യം ചെയ്ത് പറയുന്ന ഒരു പ്രദേശമുണ്ട്. എന്ന് വെച്ചാൽ വത്തീൻ വസൈതൂൻ വത്തൂരി സിനീൻ വഹാദൽ ബലദിൽ അമീൻ എന്ന് വെച്ചാൽ അത്തിപ്പഴം, അതുപോലെ ജൈത്തൂൻ അതായത് ഒലീവ്, സീനാ പർവ്വതം, വഹാദൽ ബലദിൽ അമീൻ എന്ന് പറഞ്ഞാൽ മക്ക പട്ടണം. അപ്പോൾ ഇങ്ങനെ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ഈ പ്രദേശത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിശ്രേഷ്ഠരായ മനുഷ്യർക്കുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ പറ്റും. അതിനികൃഷ്ടരായ മനുഷ്യർക്കുള്ള ഉദാഹരണങ്ങളും അവിടെ കണ്ടെത്താൻ പറ്റും. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ ഫലസ്തീനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗസയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇസ്രായേലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരെ അവിടെ കാണാൻ പറ്റും. ഗസയിൽ നമുക്ക് സ്വന്തം രാജ്യത്തിനു വേണ്ടി, സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള വലിയ അതിശ്രേഷ്ഠരായ മനുഷ്യരവിടെ കാണാൻ പറ്റും. അതേപോലെ അവരെ അതിനിഷ്ഠൂരമായിട്ട് പട്ടിണിക്കിട്ട് വിശക്കുന്ന ആ മനുഷ്യരെ വരിയിൽ നിർത്തി ഭക്ഷണത്തിന് എന്ന് വ്യാജേന രീതിയിൽ അവർ വരിയിൽ നിർത്തി ഭക്ഷണത്തിന് വിഷം കലർത്തിക്കൊണ്ട്, അതേപോലെ അവരെ നിഷ്ഠൂരമായി വെടിവെച്ചുകൊണ്ട് കൊല്ലുന്ന അതിനികൃഷ്ടരായ വൃത്തികെട്ട മനുഷ്യരിൽ അധമരായ മനുഷ്യരെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് രണ്ടിനും ഉദാഹരണമായിക്കൊണ്ട് പ്രദേശത്തെ ദൈവം ഉദാഹരിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ അവിടെ രക്തസാക്ഷിയായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ നഷ്ടപ്പെട്ടവരല്ല, അവർ ഇന്നും ജീവിക്കുന്നവരാണ്. മരിച്ചവരെക്കാളും വലിയ പേടി ഇപ്പോൾ ഇസ്രായേലിന് അവിടെ ജീവിക്കുന്ന ആളുകളെക്കാളും ഭയം അവിടെ രക്തസാക്ഷിയായ ആളുകളെയാണ് എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ രക്തസാക്ഷിയായ ആളുകളെ എന്നും മനുഷ്യർ പേടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ മഹാത്മാഗാന്ധിയെ, മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച മഹാത്മാഗാന്ധിയെ, രക്തസാക്ഷിയായ മഹാത്മാഗാന്ധിയെ, ചില അക്രമികളാൽ വധിക്കപ്പെട്ട ആ മഹാത്മാഗാന്ധിയെ ഇന്നും ആ അക്രമികളുടെ പ്രതിനിധികൾ വധിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും, അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ ഇന്നും മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അത് വീണ്ടും പുനർജനിച്ചു വരുമെന്നുള്ള ഭയം അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, ആ ഭയം. അപ്പോൾ അതുകൊണ്ട് അവർ വീണ്ടും വെടിവെച്ച് കൊല്ലുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ അത് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരെയും ഏറ്റവും നികൃഷ്ടരായ മനുഷ്യരെയും ദൈവം ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രദേശത്തെ ദൈവം എടുത്ത് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേദഗ്രന്ഥത്തിൽ അത് പറഞ്ഞത് ഇന്നും പ്രസക്തമാണ് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.